അപ്പം വെരി ഗുഡ് ഈവനിങ്. നമ്മളുടെ ടീനപ്പിന്റെ ഓഫ്ലൈൻ സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇപ്പം 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻഷാല്ല ഭയങ്കര കളർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇനിയുള്ള ഒരു 20 ഈവൻസും കൂടെ സെഷൻസും കൂടെ നമുക്ക് അടിപൊളിയാക്കിയിട്ട് മുന്നോട്ട് പോകണം. അപ്പം നിങ്ങൾ എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യുക, മാക്സിമം നമ്മളുടെ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇവിടേക്ക് ഒരു 100% നിങ്ങളുടെ മൈൻഡിന് അവിടെ കൊടുത്തിട്ട് തന്നെ നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ തരുന്ന ആക്ടിവിറ്റികളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ വളരാൻ നിങ്ങളെ തന്നെ സ്വയം അനുവദിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ മുതിർന്ന കുട്ടിയായി പോയല്ലോ, അല്ലെങ്കിൽ ഞാനൊരു ടീനേജർ, നമുക്ക് ചിലപ്പം ഈ ഒരു ഏജിൽ നിൽക്കുമ്പോൾ തോന്നിക്കൊള്ളണമെന്നില്ല ഞാനൊരു ടീനേജർ ആണ്, ഒരു കൗമാരക്കാരിയാണ്, കൗമാരക്കാരനാണ് എന്നുള്ളതൊന്നും ചിലപ്പോ നമുക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. ബട്ട് നമ്മളെന്ത് മനസ്സിലാക്കുക, നമ്മളൊരു ടീനേജർ ആണ് എന്നുള്ളത്, നമ്മളൊരു കൗമാരക്കാരിയാണ് അല്ലെങ്കിൽ ഒരു കൗമാരക്കാരനാണ്. ആ ഒരു സമയത്തിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഒരു തവണ 2 തവണ ഒന്നും ചിലപ്പോൾ നമ്മൾ കേട്ടാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നിരന്തരമായിട്ട് നിങ്ങളെ ആ ഒരു വഴിയിലൂടെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടീനപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ആ ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് എടുക്കുക നിങ്ങൾ ഇതിലേക്ക് വരുന്ന ഒരു സമയം. ഓക്കെ, നിങ്ങളിപ്പോ എല്ലാ വീക്കിലും എല്ലാ സൺഡേസിലും ഇങ്ങനെ ഒരു 1 hour ഇതിലേക്ക് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സെൽഫില് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറട്ടെ. ഓക്കെ, അപ്പം നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുക. കാരണം ഇന്ന് നിങ്ങൾ ഇവിടെ ചെലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളെ സക്സസിലേക്ക് എത്തിക്കാനും, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പോയിന്റുകളിലും നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സമയം അതിലേക്കുള്ളതായി മാറട്ടെ, അല്ലെങ്കിൽ അതിന് ഉതകുന്നതായി മാറട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ചെറിയൊരു എല്ലാ സെഷനിലും നമ്മൾ മെഡിറ്റേഷനിലേക്കാണ് പോകാറുള്ളത്. ബട്ട് ഇത്തവണ നമ്മൾ ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു അഫർമേഷന്, നമ്മുടെ സെൽഫിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അഫർമേഷന്, ഒരു 5 minutes ഒരു അഫർമേഷൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് റിലാക്സ് ആയി ഇരുന്നിട്ട് ഒന്ന് കേൾക്കുക. ഓക്കെ, നിങ്ങൾ വീഡിയോ മോഡ് ഓഫ് ചെയ്യണമെന്നില്ല, കാരണം മെഡിറ്റേഷൻ അല്ല. അപ്പം നിങ്ങൾ ഞാൻ ഇതാക്കുന്ന വോയിസ് കേൾക്കുക, റിലാക്സ് ആയിരുന്നിട്ട് നിങ്ങൾ അതിന്റെ കൂടെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയുക, അതല്ല ഉച്ചത്തിൽ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യും. ഓക്കെ, വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് I have the knowledge to make smart decisions for myself. കേൾക്കുന്നുണ്ട്. All that I need to make today a great day. That I need the knowledge. Success affirmations. I have the knowledge to make smart decisions for myself. I have all that I need to make today a great day. I am and always will be enough. I acknowledge my own self-worth. I let go of any negative feelings about myself or my life and accept all that is good. I always attract only the best of circumstances. I have the best positive people in my life. I am courageous. I am willing to act and face my fears. I have unlimited power. I am a powerful creator. I create the life I want and enjoy it. Every day I discover interesting and exciting
new path to pursue. I trust my intuition. I always make wise decisions. I am focused on my goals and feel passionate about my work. I work well under pressure and always feel motivated. I am living to my full potential. I have everything I need to face any obstacles that come. I have the power to create all the success and prosperity I desire. The universe is filled with endless opportunity for my career. I am surrounded by supportive, positive people who believe in me and want to see me succeed. I will be open-minded and always eager to explore new avenues to success. As I take on new challenges, I feel calm, confident, and powerful. I will celebrate each goal I accomplish with gratitude and joy. I choose to think positive and creative. I am creating a wonderful and successful life for myself. I am grateful that my life is so happy and successful. I can never fail, for everything that happens contribute to me being better. I am extremely passionate about consistently being better and more successful. I have the courage to create positive change in my life. Others look up to me as a leader because of my confidence. Every day I feel to become more confident, powerful, and successful. I am self-reliant, creative, and passionate in whatever I do. I continuously push myself to learn and to develop in areas of my life that brings me happiness, freedom, and purpose. I wake up every morning ready for a new day of exciting possibilities. I am happy and free because I am me. My life is a blast of growing opportunity because I never stop creating. I am energetic and enthusiastic. Confident is my second nature. Every challenge I face Okay. അപ്പം എന്താ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പറ്റുന്ന ആളുകൾക്ക് വീഡിയോ മോഡിൽ എന്തായാലും വരാം കേട്ടോ.
അപ്പം ഇൻഷാല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടീനപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ടീനപ്പിലെ സെഷൻസും നമ്മളെ കൂടുതൽ കൂടുതൽ ബൂം ചെയ്യുന്നതായിരിക്കണം, നമ്മളെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നതായിരിക്കണം, നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നതായിരിക്കണം എന്ന് നമ്മൾ എല്ലാ ടീനപ്പിന്റെ സെഷൻസിലും നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും ഇൻഷാല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ സെഷൻസിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ സെൽഫിനെ ഇവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ, അല്ലെ? സോ നമ്മൾ ഈ ഒരു ചെറിയ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാല് നമ്മളെന്തായി നമ്മള് പല പുതിയ വേദികളില് അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടേണ്ടി വരും, പുതിയ സിറ്റുവേഷനെ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോഴൊക്കെ നമുക്ക് നമ്മളെ കോൺഫിഡന്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണം, ഇപ്പോ തന്നെ നമ്മളുടെ ബെസ്റ്റ് വേർഷനെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. നമ്മളുടെ ബെസ്റ്റ് വേർഷനെ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളിലുള്ള നന്മയെ അല്ലെങ്കിൽ നമ്മളിലുള്ള നമ്മുടെ ഏറ്റവും നല്ലതിനെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മറ്റുള്ളവരുടെ നല്ല പാർട്ട്, നല്ല ഒരു ബിഹേവിയർ അല്ലെങ്കിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ്, നല്ലൊരു ക്യാരക്ടർ, ഇത് നമുക്ക് കാണിച്ചു തരുമ്പോഴല്ലേ നമുക്ക് അവരോടൊരു ഇഷ്ടം, ഒരു താല്പര്യം ഒക്കെ തോന്നുള്ളൂ. അല്ലാതെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പാർട്ട് അല്ലെങ്കിൽ അവരുടേതായിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് വലിയ കാര്യമൊന്നും തോന്നാത്ത ഒരു പാർട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുമോ അത് അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യം തോന്നുന്നു അതിനോട്? ഇല്ലല്ലോ. അപ്പം ഒരാളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഇപ്പോ നമ്മള് റോൾ മോഡലായി കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്ന പല ആളുകളും ഉണ്ടല്ലോ സോഷ്യൽ മീഡിയകളില്, ഇല്ലേ? നിങ്ങൾ ഓരോരുത്തരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പല ഇൻഫ്ലുവൻസേഴ്സും നമ്മുടെ സോഷ്യൽ മീഡിയാസിലുണ്ട്, ഇല്ലേ? ഓക്കെ, അപ്പം അങ്ങനെയുള്ള എല്ലാവരും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് ഒരാളെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരാളെ ജസ്റ്റ് ഒന്ന് പറയാവോ? ഓക്കെ, ഓരോരുത്തരൊന്ന് പെട്ടെന്ന് പറയാം, നിങ്ങളെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അതാരും ആവാം, ഫേമസ് ആയിട്ടുള്ള ആളുകളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറുള്ളവരൊന്നും അവരുടെ വീഡിയോസോ അല്ലെങ്കിൽ അവരുടെ ഒരു വേർഷൻസോ ഒന്നും കാണുന്നുണ്ടാവില്ല, നമ്മൾ മാത്രമായിരിക്കും കാണുന്നുണ്ടാവുക, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അപ്പം ആരായാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയും. അത് ആരും ആവാം, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ഒരു ഇൻഫ്ലുവൻസർ. ഓക്കെ, പറ്റുന്ന ആളുകൾക്ക് വീഡിയോ മോഡിൽ വരിക, എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് പറയാം, എല്ലാ ആളുകളും പറയണം. ഓക്കെ, ഫസ്റ്റ് ഷാമിയ. ഞാൻ ഇതിൽ ആദ്യം കാണുന്ന ആളുകളെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഷാമിയ. ഷാമിയ അവിടെ ഇല്ലേ? ഓക്കെ, എന്നാ അടുത്ത ആള് പറയൂ. അഫ്ലഹ. ഹനാൻഷ. ഓക്കെ, അഫ്ലഹിന്റെ കൂടെ രണ്ടുപേരും വേറെ കൂടെ ഉണ്ടല്ലോ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെ? ഹനാൻഷ, എല്ലാവരും ഹനാൻഷ അല്ലെ? ഓക്കെ, ദെൻ റുബ. മനസ്സിലായില്ല. മിസ്സിനെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ആൻഡ് നെഹ്റി. Dr. Anandu, sir. ഡോക്ടർ അൻസർ സർ. ഓക്കെ, ഗുഡ്. ആൻഡ് റെഡ്മി നോട്ട് 7S എന്ന് പറയുന്നത് ആരാണ്? മനസ്സിലായില്ല. റെഡ്മി നോട്ട്, ഇതില് റെഡ്മി നോട്ട് എന്ന് സേവ് ചെയ്തിട്ടുള്ള ആള് ഫാഹിമ. ഓക്കെ, ഗുഡ്. മോക്ക് ഏറ്റവും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ?
മിസ്. ഓക്കെ, താങ്ക് യു. ആൻഡ് ഷാമിയ? ഷാമിയ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഷാമിയ ടൈപ്പ് ചെയ്താലും മതി. സഫാന? സഫാനിലെ അഫ്നാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾ ഓരോരുത്തരെയും പല ആളുകളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം അവരുടെ ഏറ്റവും നല്ല വേർഷൻസ് അവർ പുറത്തേക്ക് കാണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവരോടൊരു താല്പര്യം തോന്നുന്നത്. ഇതേപോലെ നമ്മുടെ ഏറ്റവും നല്ല വേർഷന് പുറത്തേക്ക് കാണിക്കുമ്പോഴാണ് മറ്റുള്ള ആളുകൾക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തോന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളാൽ അവർ ഇൻഫ്ലുവൻസ് ആയി മാറുള്ളൂ, നമ്മളാൽ അവർ താല്പര്യരായി മാറുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഏറ്റവും നല്ല വേർഷനെ നമുക്ക് പുറത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം, അല്ലേ? നമ്മളെ ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പം അതിന് എന്ത് വേണം? മോസ്റ്റ്ലി നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യണം. നമ്മളെ ഏറ്റവും നല്ല വേർഷനെ പുറത്തേക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഓക്കെ നമ്മളിങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്ന് നമ്മൾ എവിടെയും ഇടപെടാതെ ആരോട് സംസാരിക്കാതെ ഒരു റൂമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ ആളുകളോട് സംസാരിക്കാനും ഇടപെടാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെ? അങ്ങനെയുള്ള എത്രയോ ആളുകൾ നമ്മൾ ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. വേണ്ട രീതിയിൽ ആളുകളോട് പെരുമാറാൻ പറ്റാത്ത എത്രയോ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആളുകളും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ പെരുമാറണം എന്നൊന്നും അറിയാതെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ഇൻകംഫർട്ട്, അതായത് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ ഇടപെടുന്ന എത്രയോ ആളുകളുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ടീനേജർ എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുക, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇത് ഞാൻ എപ്പോഴും എന്റെ കുട്ടികളോട് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട്, നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഏത് വേദിയിലും ഞങ്ങളോട് പറയുന്നതാണ് നമ്മളെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. ഇത് നമ്മൾ ഓക്കെ കുറെ പുസ്തകങ്ങൾ വായിച്ചു അല്ലെങ്കിൽ കുറെ അറിവുകൾ നേടി ഇതുകൊണ്ട് മാത്രം നമുക്ക് നമ്മളെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്ക് ആളുകളോട് സംസാരിച്ച് ആളുകളോട് ഇടപെട്ടുകൊണ്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപെടാൻ പറ്റുള്ളൂ. അപ്പം അതിന് അവസരങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുക തന്നെ വേണം. നമ്മളെ അപ്പം അങ്ങനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി വേണം. നമ്മളെ കുറിച്ചിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി ഇല്ലാതെ എന്നെ കുറിച്ചിട്ട് എനിക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ ഞാൻ എന്താണ്, അല്ലെങ്കിൽ എന്റെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ടീനപ്പിൽ പറഞ്ഞു നമ്മുടെ പർപ്പസ് എന്താ കണ്ടെത്തണം, നമ്മുടെ ഗോൾസ് എന്താ കണ്ടെത്തണം എന്നുള്ളത്. ഇതൊക്കെ കണ്ടെത്തുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് നമ്മളെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി കിട്ടി തുടങ്ങും. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുമ്പോൾ നമ്മളുടെ പർപ്പസ്, നമ്മുടെ നിയോഗം, നമ്മൾ എന്തിനാണ് ഈ ലോകത്തേക്ക് ജനിച്ചിട്ടുള്ളത്, നമ്മൾ ഈ ലോകത്തേക്ക് ജീവിക്കുന്ന കാലം അത്രയും നമ്മൾ എന്താണ് ഈ ലോകത്തേക്ക് ചെയ്യേണ്ടത്, നമ്മൾ മരിക്കുന്നതിന് മുന്നേ എന്ത് അടയാളപ്പെടുത്തലാണ് ഈ ലോകത്ത് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇതൊന്നും വേറൊരാൾ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ വേറൊരാൾക്കും നമ്മളെ മനസ്സിലാക്കി തരാൻ പറ്റൂല. ഇത് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടും നമ്മൾ എങ്ങനെയാണോ വളർന്നു വന്നത്, നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണോ, നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണോ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ക്ലാരിറ്റി രൂപപ്പെടുന്നത്. അപ്പം ആദ്യം വേണ്ടത് നമുക്ക് നമ്മളെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായിട്ട് നമ്മളോട് തന്നെ ഇടപെട്ട് തുടങ്ങണം, നമ്മളോട് തന്നെ സംസാരിച്ചു തുടങ്ങണം, നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി തുടങ്ങണം. സോ ഇന്നത്തെ നമ്മളുടെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെൽഫിനെ കുറിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് ജസ്റ്റ് ഇത് ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കുറിച്ചിട്ട് ഇവിടെ ഒന്ന് സംസാരിക്കുക. എന്താവാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇതെന്തോ ആവാം, നിങ്ങൾക്ക് ആലോചിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിവിടെ പറയാം.
ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് പറയാന്? നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്നതിനോളം മറ്റൊരാൾ പറഞ്ഞാലും ശരിയാവൂല അല്ലെ? ചിലപ്പോ നമ്മൾ ചിന്തിച്ച രീതിയിലാകൂല നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ രീതിയിലായിരിക്കൂല ചിലപ്പോ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ, നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് നോക്കി കാണുന്നുണ്ടാവുക. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ളത് എന്താണോ, ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, ഞാൻ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണോ, അത് എന്നോളം മറ്റൊരാൾക്കും അതിനെ വിലയിരുത്താൻ കഴിയൂല. അവരൊക്കെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ അവര് പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ പോലും അതിനൊക്കെ ഒരു വശം മാത്രമേ അവര് പറയുന്നുള്ളൂ. നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും ഒരാൾക്കും ഏഹ്, എന്താ പറയാ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റൂല. അല്ല, അല്ലേ? അപ്പം എന്ത് ചെയ്യാ, നമ്മളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നതാണ് ശരിയായിട്ടുള്ള കാര്യം. ഒന്ന് പറഞ്ഞു നോക്കിക്കൂടെ? ആരൊക്കെ പറയും? ജസ്റ്റ് നിങ്ങളെ കുറിച്ച് നമ്മൾ എന്താണെന്നറിയോ, നിങ്ങൾക്ക് കുറെ ഇൻഫർമേഷൻസ് തരിക, കുറെ അറിവുകൾ തരിക എന്നുള്ളതല്ല നമ്മൾ ടീനപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ടീനേജേഴ്സ് ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നമ്മളെ കൂടെ ഇങ്ങനെ നമ്മൾ പറയുന്നതൊക്കെ കേട്ട് നമ്മൾ പറയുന്നത് പോലെ ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ആഹ് ഇപ്പൊ ചിലപ്പോ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള തിരുത്തലുകൾ തോന്നിയേക്കാം. എന്തെങ്കിലും തരത്തില് അതിനെ അത് ശരിയല്ല, ഇങ്ങനെ ഇതാണ് ശരി എന്നുള്ള രീതിയിൽ തോന്നിയേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ആ സമയത്ത് പറയാം. കാരണം ഞാൻ ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള ഒരാളല്ല, എല്ലാ അറിവുകളും നേടിയിട്ടുള്ള ഒരാളല്ല. എന്റെ കയ്യിലുള്ള വളരെ കുഞ്ഞു അറിവുകൾ, കുറച്ച് അറിവുകൾ മാത്രമേ എന്റെ പക്കലുള്ളൂ. ആ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരിക, നിങ്ങളെ പോലെയുള്ള കൗമാരക്കാരായ കുട്ടികൾക്ക്, നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് പകർന്നു തരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റുണ്ടാവും, ഞാൻ പറയുന്നത് ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പം അതിന് ഇനിയും എന്താ പറയാ കൂടുതൽ ഞാൻ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഉണ്ടാവും. അപ്പം എന്ത് നെഗറ്റീവ് അല്ലെങ്കിൽ എന്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് അപ്പൊ പറയാം. നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. കാരണം ഒരു പക്ഷെ എന്നെക്കാളും കൂടുതൽ അറിവുള്ള ആളുകളായിരിക്കും നിങ്ങൾ പലരും. അപ്പൊ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് സംസാരിച്ചിട്ട് പോകാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ടീനപ്പ് എന്നുള്ളത് എന്താ പറയാ, ഒരു ടീച്ചർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കോട്ടുവായിട്ട് ക്ലാസ് കേൾക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ ഫേസ് ടു ഫേസ് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യാ, മാക്സിമം നിങ്ങൾ പറ്റുന്ന ആളുകളൊക്കെ വീഡിയോ മോഡിൽ തന്നെ വരിക. പറ്റുന്ന ആളുകൾ എന്നല്ല, എല്ലാ ആളുകളും വീഡിയോ മോഡിൽ തന്നെ വരിക. കാരണം ആർക്കും പറ്റാത്തതായിട്ട് ഉണ്ടാവൂല. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക, അത്രേ പറയാനുള്ളൂ. ഈ അവസരം ഉപയോഗപ്പെടുത്തുക. കാരണം ഇത്തരം നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഇടപെടാനുള്ള, സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ തെറ്റേകാരം, ഓക്കെ തെറ്റിക്കോട്ടെ, ഇവിടെ ആരും നിങ്ങൾക്ക് മാർക്ക് ഇടാൻ പോകുന്നില്ല. ഇവിടെ നിങ്ങളെക്കാളും ഉന്നതിയിലുള്ള ആരും ഇല്ല. ഞാനും നിങ്ങളെപ്പോലെ നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പം നമ്മൾ പരസ്പരം കൂട്ടുകാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, നിങ്ങളിപ്പോ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാവലിംഗിലാണ് നമ്മൾ ടീനപ്പിന്റെ കൂടെ കൂടിയിട്ടുള്ളത്. ഇതേപോലെ ഞാനും എന്റെ ഒരു ബെസ്റ്റ് വേർഷനെ കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് ഒരു ബെസ്റ്റ് വേർഷനോട് കൂടിയിട്ട് തന്നെയാണ് ഞാനും ഇവിടെ പോകുന്നത്. അതായത് ഞാനും ടീനപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഞാനും ടീനപ്പിൽ നിങ്ങളോടൊപ്പം ട്രാവൽ ചെയ്യുന്നത് എന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരാൾ ബാങ്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ ബാങ്ക് കൊടുക്കുന്നില്ല. ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മള് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക എന്താ. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പോ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക നിങ്ങളുടെ സെൽഫിനെ കുറിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ദെൻ ആഫ്റ്റർ നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യണം. ഓക്കെ, ബാങ്കിന് ശേഷം. ഓക്കെ.
ഓക്കെ, അപ്പം നിങ്ങള് പ്രിപ്പയർ ചെയ്തോ? ബാക്കിയുള്ളവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. പ്രിപ്പയർ ചെയ്തോ? ഓരോരുത്തർ ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ സെൽഫിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ആദ്യം ആരാണ്? ഓക്കെ, അഫ്ലഹ. നമുക്ക് ടൈം വളരെ കുറവാണ്. ഇനി ഒരു 15 മിനിറ്റും കൂടെ ഉള്ളൂ. 10-15 മിനിറ്റും കൂടെ ഉള്ളൂ നമുക്ക് ഇനി ലിങ്ക് ഉണ്ടാവുള്ളൂ. അപ്പം പെട്ടെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പറയാൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇനി 10 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ലിങ്ക്. ഓക്കെ, ആരാ പറയാൻ റെഡി ആയിട്ടുള്ള ആരാണ്? ഒരാൾക്ക് പറയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരാൾ പറയൂ. എന്തായാലും നിങ്ങൾ എല്ലാ ആളുകളും നമ്മളെ ടീനപ്പിന്റെ പ്രോഗ്രാമുകളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ ഓരോരുത്തരായിരിക്കും ഇവിടെ വന്ന് ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതൊക്കെ, സെഷൻ ലീഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഓരോരുത്തരായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞ് ഓരോ സ്റ്റെപ്പുകൾ വെച്ച് ഇങ്ങനെ ശീലിച്ച് ചിലപ്പം തെറ്റിപ്പോകും, ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ആളുകൾ ചിരിക്കും, ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ കിട്ടൂല, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പം അതൊക്കെ ഇങ്ങനെ പഠിച്ച് അതൊക്കെ ഇങ്ങനെ തരണം ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ട് നല്ലൊരു സ്പീക്കർ ആയിട്ട് മാറുക, നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അങ്ങനെ ഒരു സ്കില്ല് കിട്ടിയിട്ട് നമ്മൾ വരിക എന്നുള്ളതൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പം ആര് പറയും? ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് ഒന്ന് സംസാരിക്കേ. നെഹ്റിൻ ഓക്കെ അല്ലേ? സെൽഫിനെ കുറിച്ച് പറയാന്നുള്ളത് മനസ്സിലായിട്ടില്ലേ? ആരാ പറയുന്നത്? ഒരാൾ പെട്ടെന്ന് എന്തായാലും പറയണം. ആയു റെഡി അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയൂ എന്നുള്ളതിൽ. ഓക്കെ, അതായത് എന്റെ പേര് തസ്നീം ഇസ്റ്റിയ. എന്റെ പ്ലേസ് വരുന്നത് നെല്ലിക്കുത്താണ്. ആൻഡ് ഞാനിപ്പോ ഒരു മൈൻഡ് പവർ ട്രെയിനർ ആണ്. ഞാൻ മൈൻഡ് പവർ ട്രെയിനറോടൊപ്പം തന്നെ ഞാനൊരു സ്റ്റുഡന്റും കൂടിയാണ്. ആൻഡ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് ഒരുപാട് വായിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ സംസാരിക്കുക എന്ന് പറയുമ്പോഴും എല്ലാ ആളുകളോടും എല്ലാം പറയുക അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഐ മീൻ നമ്മുടെ ലൈഫ് സക്സസിനെ കുറിച്ചിട്ടും നമ്മളുടെ അപ്ഡേഷൻസിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ എങ്ങനെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാം, എങ്ങനെ നല്ലൊരു സക്സസ്ഫുൾ ലൈഫ് നേടിയെടുക്കാം, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്, ഒരു ഡെത്ത് നമുക്ക് നേടിയെടുക്കാം, ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളൊക്കെ വരുന്ന ഇടങ്ങളിൽ സംസാരിക്കാനും ഇടപെടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഇടപെടുക, അതിനോടൊന്നും പേഴ്സണലി താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ആൻഡ് പിന്നെ അതുപോലെ എനിക്ക് നല്ല രീതിയിൽ സക്സസ് ആവണം, എന്നിട്ട് ഒരുപാട് ആളുകൾക്ക് എൻ്റെ ഒരു ഞാൻ സക്സസ് ആവുന്നതോടൊപ്പം തന്നെ എന്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ എനിക്ക് സക്സസിലേക്ക് എത്തിക്കണം. അത് ഫിനാൻഷ്യലി ആയിക്കൊള്ളട്ടെ, അതുപോലെ ഇമോഷണലി ആയിക്കൊള്ളട്ടെ, ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിനാൻഷ്യലി എനിക്ക് ആളുകളെ സക്സസിലേക്ക് എത്തിക്കണം. അതോടൊപ്പം ഞാൻ സക്സസ് ആവുന്നതോടൊപ്പം തന്നെ ചുറ്റുമുള്ള ആളുകളെ സക്സസിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ഡ്രീം എന്ന് പറയുന്നത്. ആൻഡ് എൻ്റെ ഒരു എന്താ പറയാ, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു കോട്ട് എന്ന് പറയുന്നത് സ്റ്റീഫൻ ഗ്രല്ലയുടെ 100 തീപ്പൊരി ചിന്തകൾ എന്ന് പറയുന്ന ഡോക്ടർ എബ്രഹാം സാറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സ്റ്റീഫൻ ഗ്രല്ലെ പറയുന്നുണ്ട്, ഒരു കോട്ട് ഉണ്ട്,
ഞാൻ ഈ ലോകത്തേക്ക് ഒരിക്കൽ മാത്രമേ കടന്നു വരുള്ളൂ. സഹജീവികൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യട്ടെ. കാരണം പിന്നത്തേക്ക് മാറ്റി വെക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പിന്നെ ഈ ഒരു വഴിയെ നടന്നു പോകൂല എന്നുള്ളത്. ആ ഒരു ഇതിനെ സംബന്ധിച്ച് ഭയങ്കര അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കോട്ടായിരുന്നു. കാരണം നമ്മള് ഈ ഒരു മൊമെന്റിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഈ ഒരു മൊമെന്റിലായിരിക്കുക എന്നുള്ളതാണ്. അല്ലെ? നമുക്ക് ഇനി അങ്ങോട്ടൊരു മൊമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നെക്സ്റ്റ് മൊമെന്റിൽ ഞാൻ ജീവിക്കോ ഇല്ലേ എന്ന് പറയാൻ പറ്റൂല. ചിലപ്പം ഈ മൊമെന്റിൽ എനിക്ക് തോന്നുന്ന രീതിയിലായിരിക്കില്ല നെക്സ്റ്റ് മൊമെന്റിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുക. അപ്പം ഈ മൊമെന്റിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഈ മൊമെന്റിലായിരിക്കുക എന്നുള്ളത് തന്നെ. അപ്പം ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക, മാക്സിമം ആളുകൾക്ക് നന്മ ചെയ്യുക, ഞാൻ സന്തോഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും സന്തോഷിക്കാൻ ശ്രമിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ തീരൂല. ഞാൻ ഇങ്ങനെ ഒരുപാട് സമയം നീണ്ടുപോകും. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മളെ കുറിച്ച് എന്താണോ പറയാൻ തോന്നുന്നത്, ഇതൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്ത് പറഞ്ഞതല്ല. എനിക്കിപ്പോ എന്താണോ എന്റെ മൈൻഡിൽ വന്നത് അത് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞു പോവുക ചെയ്തത്. ഇതേപോലെ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളെ കുറിച്ച് പറയാം. ഓക്കെ, ആരാ പറയാൻ റെഡി ആയിട്ടുള്ളത്? ഓക്കെ, വെരി ഗുഡ്. അഫ്ലഹ. ഓക്കെ, അടിപൊളി. ഞാൻ അഫ്ലഹ, പയ്യനാടാണ് സ്ഥലം. 9th സ്റ്റാൻഡേർഡ് മഞ്ചേരി HMHSലാണ് പഠിക്കുന്നത്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും നമ്മൾ ഈ നേച്ചറിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ സ്ഥലങ്ങളെ കുറിച്ചാണ് കൂടുതൽ ഇഷ്ടം. എന്താണ്, ലോകം മൊത്തം ചുറ്റി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പ്രകൃതിയായിട്ടാണ് കൂടുതലൊരു ഇഷ്ടമുള്ളത്. പിന്നെ സക്സസിലോട്ട് എത്തണം. ഞാൻ ഉയർന്നതോടൊപ്പം എന്റെ ചുറ്റുമുള്ള ആൾക്കാരെ കൂടെ ഒപ്പം കൊണ്ടുപോകണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അടിപൊളി, സൂപ്പർ. ആൻഡ് നെക്സ്റ്റ് ആരാ സംസാരിക്കാൻ പോകുന്നത്? നിങ്ങളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ റെഡി ആക്കി. ഓക്കെ, നെഹ്റി. ഓക്കെ, അടിപൊളി. I'm Nehrin from Mangada. ഞാൻ 10th ക്ലാസ് പഠിക്കുന്നു. NCT അവിടെ തന്നെ മംഗളത്ത് തന്നെ സ്കൂളിലാണ്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വായിക്കാനാണ് ഏറെ ഇഷ്ടം. പിന്നെ സംസാരിക്കാനും, എല്ലാവരോടൊന്നും ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരോട് മാത്രം കുറെ സംസാരിക്കും. അങ്ങനെ ഇതാണ്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഏകദേശം ഒരു മേഖലയിൽ പഠിക്കണം, ഒപ്പം സെറ്റിൽ ആവണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങള്. അപ്പോലെ കൂടെ ഒപ്പം നിന്ന് സക്സസ് ആവാനാണ് ആഗ്രഹം. ആൻഡ് നെക്സ്റ്റ് ആരാ പറയാൻ പോകുന്നത്? ഓക്കെ, ഓക്കെ, നമുക്ക് എന്താ ചെയ്യാം, എല്ലാ ടീനപ്പിന്റെ പ്രോഗ്രാമിലും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഷന്, ഒരു പാർട്ട് നമുക്ക് കൊണ്ടുവരാം. റെഡിയാണ് നിങ്ങള്? ഇപ്പം ഇവിടെ സംസാരിച്ചിട്ടുള്ള 2 ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലെ? നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ചിലപ്പം ഇത് മാത്രമായിരിക്കില്ല നമ്മളുടെ ഏറ്റവും .1 അല്ലെങ്കിൽ .2 മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്, ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എല്ലാ ടീനപ്പിലും 1-2 ആളുകൾ എന്ത് ചെയ്യാം, നമ്മളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റെഡിയാണോ നിങ്ങൾ ആ ഒരു ടാസ്കിന്? ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്നറിയോ? നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഇപ്പൊ പറഞ്ഞ ആളുകൾക്ക് തന്നെ മേ ബി ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളെ കുറിച്ചിട്ട് ഒരു കുഞ്ഞു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് ടൈം സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻറ്റും ഇതോടൊപ്പം കിട്ടിയിട്ടുണ്ടാവും. ഇത് ഇവിടെ മാത്രമല്ല, ഇത് നിങ്ങളുടെ ലൈഫിൽ പല ഏരിയാസിലും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, എല്ലാ ടീനപ്പിന്റെ സെഷനിലും നമുക്ക് ഇങ്ങനെ ഒരു പാർട്ട് കൊണ്ടുവരാം. സംസാരിച്ച ആളുകളാണെങ്കിൽ ഓക്കെ, അവരെ തന്നെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി സംസാരിക്കാത്ത ആളുകൾ പുതിയ ആളുകളാണെങ്കിൽ അങ്ങനെ പുതിയ ആളുകൾ സംസാരിക്കുക. ഓക്കെ, എല്ലാവരും ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് നിങ്ങളെ കുറിച്ചിട്ട് ഇതാവുക. അപ്പം ഇനി ടീനപ്പിൽ വരുന്ന ആളുകൾ എന്താ ചെയ്യുക, ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരിക. എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയേണ്ടത് എന്നുള്ളത്. അത് എന്തും പറയാം. നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അതൊക്കെ നിങ്ങൾക്ക് പറയാം.
ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡിനെ കുറിച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ട്, അങ്ങനെ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ കണക്ട് ചെയ്ത് പറയാൻ തോന്നുന്നത് അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ ടൈം ഏകദേശം ഇപ്പം നമ്മുടെ ലിങ്ക് കട്ടാവും. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി നമുക്ക് പെട്ടെന്നൊന്നും കിട്ടൂല. അത് നമ്മൾ ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ സെൽഫിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ചകഞ്ഞു പോകും തോറുമാണ് നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടി തുടങ്ങുക. അപ്പം ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ സെൽഫിനെ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇങ്ങനെ 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 മാന്തി മാന്തി ഉള്ളോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ മാന്തി മാന്തി നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്ലാരിറ്റി, ക്ലിയർ ആയിട്ടുള്ള ഒരു വേർഷനെ കണ്ടെത്താൻ വേണ്ടി പോവാണ്. ഇൻഷാല്ലാ നിങ്ങൾ റെഡി അല്ലേ നമ്മളെ കൂടെ ട്രാവൽ ചെയ്യാന്? ടീനപ്പിന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ നിങ്ങൾ റെഡി അല്ലേ? ഇൻഷാല്ലാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട്, ഇൻഷാല്ലാ അങ്ങനെയാണെങ്കിൽ നല്ല മാജിക്കൽ ആയിട്ടുള്ള